എല്ലാവരും സേഫ് ആണല്ലോ, ഹെൽത്തി ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നി. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് കുക്കറിൽ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ലോക്ക്ഡൗൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നും, ബിരിയാണി കഴിക്കാനൊക്കെ തോന്നാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഈത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. മല്ലിയില, ഉപ്പ്, ഒരു ചെറിയ പീസ് ഇഞ്ചി കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, ബീൻസ് ഒരു 3-4 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ ഹാഫ്, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ, അതെല്ലാം കൂടി ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, നെയ്യ്. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തേക്കുവാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് പട്ട, 2-3 പീസ് ചെറിയ പീസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കപ്പ് അരി ഇതിലേക്ക് തട്ടാം. നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കത്തില്ല. സിമ്മിലിട്ട് വേണം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിന് 1.5 കപ്പ്, 1 കപ്പ് അരി ഇടുവാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കപ്പാണ്. ഈ കപ്പിന് നിറച്ച് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതിന് 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് അല്പം മുന്നോട്ട് നിൽക്കണം, അപ്പോഴേ ഉപ്പ് കറക്റ്റ് ആവത്തുള്ളൂ. ഇതിലേക്ക് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കാം. മല്ലിയില. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1 വിസിൽ കേട്ടാൽ മതി. എൻ്റെ ഈ അരിയുടെ പാകം അനുസരിച്ച് 1 വിസിൽ കേട്ടാൽ മതി. 1 വിസിൽ കേൾക്കുമ്പോഴേക്കും ഇത് റെഡി ആവുന്നതാണ്. അപ്പോഴേക്കും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ചൂടായി കിടക്കുന്ന നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ബദാമൊക്കെ വേണമെന്നുള്ളവർ ബദാമും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം, മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം അണ്ടിപ്പരിപ്പും ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈത്തപ്പഴം കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം. ഈത്തപ്പഴം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. കുക്കറിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പം നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, ബാക്കി നമുക്ക് അതിലുള്ള ഓയിൽ വേണമെങ്കിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടെ ഇട്ട് ഒരുപാട് കുഴച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
നമ്മൾ റൈസ് നല്ല ചൂടായതുകൊണ്ട് അങ്ങ് പിരിഞ്ഞു പോവും. ബദാമും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെന്ന് വെച്ച ഉള്ളി എല്ലാം കൂടെ നമുക്ക് മുഴുവനും എല്ലായിടത്തും ആക്കിയെടുക്കാം. ഞാൻ പൊരിച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു സാധനം കൂടെ ചേർക്കാം. 2 മുട്ട നന്നായിട്ട് കിണ്ടി അതിനകത്തോട്ട് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതാണ് ഞാൻ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നത്. നമുക്കിവിടെ ഇതില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചത്. ഇത് വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു അടിപൊളി ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഒരു സാലഡ് കൂട്ടി ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. എല്ലാവരും വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും